വരുന്നത് റിയാക്ഷൻ വരുന്നത് മുകളിലേക്കായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. ദെൻ അതിനിടയ്ക്കാണ് നമുക്ക് ഈ റിസൾട്ടൻ്റ് വരുന്നത്. അതിനിടയ്ക്ക് എന്ത് വരും? ഒരു റിസൾട്ടൻ്റ് വരും. റിസൾട്ടൻ്റ് ഇങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡെഫിനിഷനിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ അറ്റ് ദ കോണ്ടാക്ട് സർഫസ് ആൻഡ് റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ. അതായത് നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ, ആ ഒരു ഡെഫിനിഷനെ പഠിക്കാനുള്ളൂ. ഡെഫിനിഷൻ എങ്ങനെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായോ? ആ ഡെഫിനിഷൻ എങ്ങനെ വന്നു എന്നാണ് പറഞ്ഞത്. ഒരു ബോഡി, ആ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ആ ബോഡി ഒരു മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് നമ്മൾ ഈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ബോഡിയുടെ വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ എപ്പോഴും മുകളിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നോർമൽ റിയാക്ഷനും റിസൾട്ടൻറ്റും കൂടെയുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ടാൻ ഫൈ എടുത്താൽ എന്ത് വരും? മ്യൂ ആർ എൻ ബൈ ആർ എൻ. ആറിനും എനിക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഫൈ എന്ത് വരും? ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. അതായത് എനിക്ക് ഇങ്ങനെ പറയാം അതിനെ, ദാറ്റ് ഇസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ദാറ്റ് ഇസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ആംഗിൾ ഓഫ് റീപോസ്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? അതായത് ഞാനൊരു ബുക്കിൻ്റെ ഒരു ബുക്ക് ആണെന്ന് വെച്ചോ, ഒരു ബുക്ക്. ആ ബുക്കിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഡസ്റ്റർ, നമ്മൾ ചോക്കിലേക്ക് ബോർഡിൽ യൂസ് ചെയ്യുന്ന ഡസ്റ്റർ ഇല്ലേ, ആ ഡസ്റ്ററിനെ ഞാൻ എടുത്തു വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ ഈ ബുക്കിനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നു, ചരിക്കുകയാണ്. ചരിക്കുന്ന സമയത്ത് ശരിക്കും ഈ ബോഡി എന്തായിരിക്കും? ഈ ഡോട്ട് ഇട്ടിട്ട് കാണിച്ചിരിക്കുന്നത് ഞാൻ ബുക്കിനെ ചരിച്ചു എന്നുള്ളതാണ്, സ്ലൈഡ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും? ഞാൻ ഈ മണ്ടേ വെച്ച് ഡസ്റ്ററും ഇങ്ങനെ താഴേക്ക് വരില്ലേ, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് വരത്തില്ലേ? സ്ലൈഡ് ചെയ്ത് വന്ന് പോവല്ലേ, തിരിഞ്ഞങ്ങ് വീഴും അല്ലേ? അപ്പൊ ഈ ചരിയാതെ, അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ അത് സ്ലൈഡ് ആകും. ആ സ്ലൈഡ് ആകാതെ കറക്റ്റ് ഏത് ആംഗിൾ വരെ അത് നിൽക്കും എന്നുള്ളതിന്റെ ഈ മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഞാനൊരു ബുക്കിന്റെ മുകളിലൊരു ഡസ്റ്റർ വെച്ചു, എന്നിട്ട് ഞാൻ ആ ബുക്കിനെ ചരിച്ചു അതിന്റെ മാക്സിമം ചരിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഡസ്റ്റർ താഴെ വീഴാതെ ഏത് ആംഗിൾ വരെ അത് അങ്ങനെ നിൽക്കും. ആ മാക്സിമം ഇൻക്ലിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ്. ഇനി ഡെഫിനിഷൻ നോക്കിക്കേ. It is the maximum inclination of a plane on which a body can remain at rest without applying external force. Note that without applying external force. അതായത് ഞാൻ ആ ഡസ്റ്ററിന് മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും കൊടുത്തില്ല, ഞാൻ ആ ബുക്കിനെ മാത്രമേ ചരിച്ചുള്ളൂ. അപ്പോൾ ബുക്കിന്റെ ആംഗിൾ മാറുന്നതിനനുസരിച്ചാണ് എന്ത് വീഴുന്നത്? ഡസ്റ്റർ വന്ന് താഴേക്ക് വീഴുന്നത്. ഓക്കെ. അപ്പം വിത്തൗട്ട് അപ്ലൈങ് എക്സ്റ്റേണൽ ഫോഴ്സ്, ആ മാക്സിമം ഇൻക്ലിനേഷനിൽ ആ ഡസ്റ്റർ വീഴാതെ പിടിച്ചു നിന്ന് ആ മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറയുന്നത് നിങ്ങൾക്കപ്പോൾ ഓരോന്ന് പെട്ടെന്ന് ക്ലിക്ക് ആവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോഡി നമ്മൾ ഒരു ഇൻക്ലിനേഷനിലൊരു ബോഡി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ആദ്യം കൊടുത്തിരിക്കുന്ന വെയിറ്റ് ആണ്. ഇതിന്റെ വെയിറ്റ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. വെയിറ്റ് താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ ബോഡിയുടെ വെയിറ്റ് ആണ് W എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ മേളിൽ പറഞ്ഞിരുന്നു, വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുവാണെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്തു? മുകളിലോട്ട് ആക്ട് ചെയ്തു. ഇനി ഈ ബോഡി എന്താണ് സംഭവിക്കുന്നത്? ഈ ബോഡി ഇങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടേക്കല്ലേ വരുന്നത്? ബോഡി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് മേലോട്ടേക്കായിരിക്കും. ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് മ്യൂ ആർ എൻ. നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനിൽ പഠിച്ചിരുന്നു, എഫ് മാക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. ആ മ്യൂ ആർ എൻ ആണ് മേളിലേക്ക് വരുന്നത്. വെയിറ്റ് താഴോട്ടാണെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നോർമൽ റിയാക്ഷൻ മുകളിലോട്ടേക്കായിരിക്കും. ഇനി ബോഡി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ തിരിച്ചായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ബോഡി ചരിഞ്ഞ് താഴോട്ടേക്കാണ് വരുന്നത്. അപ്പം അതിന് പകരമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സ് തിരിച്ച്
തിരിച്ച് ഡയറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഹൊറിസോണ്ടൽ സർഫസിലേക്ക് നമ്മളൊരു ബോഡി വെച്ചു. നൗ ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്ലെയിനിനെ ഇൻക്ലൈൻ ചെയ്യുന്നു, ചരിക്കുന്നു. അപ്പം മുകളിൽ വെച്ചിരിക്കുന്ന ബോഡി എന്ത് ചെയ്യുന്നു, മുകളിൽ വെച്ചിരിക്കുന്ന ബോഡി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോഴ്സും അതിന് കൊടുക്കുന്നില്ല. അറ്റ് എ പെർട്ടിക്കുലർ ആംഗിളിൽ അതെന്ത് ചെയ്യും, സ്ലൈഡ് ആവും. ആ സ്ലൈഡ് ആവാതെ പിടിച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രീ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൽഫയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രീ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ. ഇനി ഞാൻ ഈ ഒരു കമ്പോണന്റിനെ റിസോൾവ് ചെയ്തു. വെയിറ്റ് താഴോട്ടേക്കാണ്, ഇതും ആൽഫയാണ്. ഇതിനിടയ്ക്കുള്ള ആംഗിളും ആൽഫയാണെങ്കിൽ ആൽഫയ്ക്ക് അടുത്ത് കിടക്കുന്ന ആംഗിളിന് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് ഏതായിരിക്കും, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോസ് കമ്പോണന്റ് ആയിരിക്കും ആംഗിളിന് അടുത്ത് കിടക്കുന്നത്. സോ ഡബ്ല്യു കോസ് ആൽഫ ആൻഡ് ഡബ്ല്യു സൈൻ ആൽഫ. ഞാൻ പറഞ്ഞു വെയിറ്റ് താഴോട്ടേക്കാണെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ടേക്കായിരിക്കും. സോ വെയിറ്റിന്റെ സെയിം വാല്യൂ തന്നെ ആയിരിക്കത്തില്ല റിയാക്ഷനും വരുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ. അതായത് ഇങ്ങോട്ടേക്ക് വന്നു, തിരിച്ച് അതിന് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുത്തു. സോ സെയിം എന്തായിരിക്കും, വാല്യൂ ആയിരിക്കും റിയാക്ഷന് വരുന്നത്, ഡബ്ല്യു കോസ് ആൽഫ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇതിനെ റിസോൾവ് ചെയ്യുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡീറ്റെയിൽ റിസോൾവിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ റിസോൾവിങ് ഓൾ ഫോഴ്സസ് എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിനും ചെയ്യുന്നുണ്ട്, പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിനും ചെയ്യുന്നുണ്ട്. എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. എലോങ് ദാറ്റ് ഇസ് ഹൊറിസോണ്ടലി ആണ് നമ്മൾ ആദ്യം റിസോൾവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലി ഞാൻ റിസോൾവ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ കാണുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എന്തൊക്കെ ഫോഴ്സ് എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, മ്യൂ ആർ എൻ അല്ലേ. ഇവിടുത്തെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, മ്യൂ ആർ എൻ. ദെൻ എനിക്ക് എന്തുണ്ട്, ഇവിടുത്തെ നമ്മളിവിടെ റിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡബ്ല്യു സൈൻ ആൽഫയുണ്ട്. ഇനി ഇവിടുത്തെ ഒരു സൈൻ കൺവെൻഷൻ നോക്കും. അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ, റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്ലസ്, ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മൈനസ്, അപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ്, ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മൈനസ്. ആ ഒരു സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യാൻ പോകും. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങോട്ടേക്കല്ലേ, റൈറ്റിലേക്കാണ് പോകുന്നത്. സോ പ്ലസ് മ്യൂ ആർ എൻ. ഇത് എങ്ങോട്ടേക്കാണ് വരുന്നത്, ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 0. ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ മ്യൂ ആർ എൻ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എടുത്തു. മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. ഞാനതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത്, റിസോൾവിങ് ദ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിസോൾവ്. ദാറ്റ് ഇസ് വെർട്ടിക്കൽ. അങ്ങനെ ഓർത്താൽ മതി. എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ, പെർപെൻഡിക്കുലർ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ എന്തൊക്കെയുണ്ട്, ഒരു കോസ് ആൽഫ ഇല്ലേ, ഡബ്ല്യു കോസ് ആൽഫ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് ഡബ്ല്യു കോസ് ആൽഫ പ്ലസ്, പിന്നെ ആരുണ്ട്, റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, മുകളിലേക്ക്. പ്ലസ് ആർ എൻ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ, ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? എനിക്ക് ഈ ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല, നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇനി ഫ്രം ഇക്വേഷൻ 1 ഞാൻ എന്തെടുത്തു, മ്യൂ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. മ്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ ബൈ ഡബ്ല്യു കോസ് ആൽഫ. സൈൻ ബൈ കോസ് എന്താണ്, ടാൻ ആണ്. സോ മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചിട്ടുള്ളൂ. മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. വന്ന വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ. മ്യൂ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, പൈ. പൈ എന്തായിരുന്നു, പൈ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ, എന്ത് പറയാൻ പറ്റും, ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ, മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ, അതേപോലെ തന്നെ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു 5. ദാറ്റ് ഇസ് ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ആ ഫിഗർ എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഈക്വൽ ആണ്. ഇത്രയും മനസ്സിലായോ? നിങ്ങളുടെ മൈക്രോഫോൺസ് മ്യൂട്ട് ചെയ്തേണേ.
ബാക്കി പറയട്ടോ. നെക്സ്റ്റ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? It is the friction experienced by a body when it slides or tends to slides over another body when unlubricated or dry surface of two bodies in contact slides or tend to slides. The resulting friction is called dry friction. Dry friction is also called Coulomb's friction. അതായത് ഒരു ബോഡി സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഫോഴ്സസ് ജനറേറ്റ് ആവും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ബോഡിയിൽ എന്തൊക്കെ ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. ഡബ്ല്യു എന്താണ്? ആ ബോഡിയുടെ വെയിറ്റ്. ഇതാണ് നമ്മുടെ ബോഡി. ദിസ് ഇസ് ദ ബോഡി. ആ ബോഡിയിൽ എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും അല്ലെ? വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഇത് നമ്മളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോഴ്സിനെ ഈ ഒരു ബോഡിക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. സോ ദി അപ്ലൈഡ് ഫോഴ്സ്. ആൻഡ് താഴേക്കാണ് വെയിറ്റ് എങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലേക്ക്. സോ മുകളിലേക്ക് റിയാക്ഷൻ ഫോഴ്സും കൊടുക്കും. നെക്സ്റ്റ് ഇവിടെ ഒരു എഫ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. അതെന്തായിരിക്കും? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ആ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താണ്? നമ്മൾ എങ്ങോട്ടേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്? വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും 4 ഫോഴ്സസ് ആയിരിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ ഉണ്ടാവും. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ എ ബോഡി വെൻ ഇറ്റ് സ്ലൈഡ്സ് ഓർ tend to slides over other body. When two surfaces in contact, രണ്ട് സർഫസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരു ബോഡി എന്ത് ചെയ്യും? ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോഡി സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ 4 ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. 4 ഫോഴ്സ് ആണ്. ഫസ്റ്റ് ഫോഴ്സ് അപ്ലൈഡ്, ദാറ്റ് ഇസ് പി. ആ ബോഡിയുടെ വെയിറ്റ് ഡബ്ല്യു. ദെൻ റിയാക്ഷൻ ഫോഴ്സ് ആർ എൻ ആൻഡ് sliding friction force that will be in opposite direction F. Okay, that is sliding friction. ഞാൻ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് കാണിക്കുന്നത്. The body of weight 1000 Newton is kept on a horizontal rough surface. Coefficient of static friction is 0.2. Coefficient of dynamic friction is 0.18. Calculate the friction force when the applied force as shown in figure. അതായത് ഒരു ബോഡി തന്നിട്ടുണ്ട്. ആ ബോഡിയുടെ വെയിറ്റ് 1000 ന്യൂട്ടൺ ആണ്. എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ റഫ് സർഫസിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു. അതായത് എന്താ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ത് ഡിനോട്ടേഷൻ ആണ്? മ്യൂ എസ്. മ്യൂ എസ് എന്ന് എത്രയാണ് വരിക്കുന്നത്? അവിടെ 0.2 ആണ് തന്നിരിക്കുന്നത്. 0.2 കോഎഫിഷ്യന്റ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഡൈനാമിക് ഫ്രിക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ന്യൂ കെ എത്രയാണ് വരിക്കുന്നത്? 0.182 ആണ് തന്നിരിക്കുന്നത്. ആണെങ്കിൽ നമ്മളോട് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫിഗറിൽ അപ്ലൈഡ് ഫോഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത് 0, 100, 200, 300 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അതാണ് നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഡബ്ല്യു തന്നിട്ടുണ്ട് 1000 ന്യൂട്ടൺ, മ്യൂ എസ് തന്നിട്ടുണ്ട്, മ്യൂ കെ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ബോഡി താഴേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് 1000 ന്യൂട്ടൺ. ഈ പി ആണ് നമുക്ക് ഓരോ കേസിലായിട്ട് തന്നിരിക്കുന്നത്. ഈ പി 0 ന്യൂട്ടൺ ആകുമ്പോൾ എത്രയാണ്? 100 ന്യൂട്ടൺ ആകുമ്പോൾ എത്രയാണ്? 200 എത്രയാണ്? 300 എത്ര? അപ്പോൾ ഫസ്റ്റ് കേസ് 0 ന്യൂട്ടൺ. ഒരു അപ്ലൈഡ് ഫോഴ്സ്, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് 0 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണ് എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടാവും ആ ബോഡിക്ക് മൂവ് ചെയ്യാൻ? ഒരു ടെൻഡൻസി ഉണ്ടാകും. ബോഡി അവിടെ തന്നെ ഉണ്ടാവും. സോ അതിൽ ഒന്നുമില്ല. 0 ന്യൂട്ടൺ ആണെങ്കിൽ എന്തായിരിക്കും? നോ ടെൻഡൻസി. ബോഡിക്ക് ഒരു ടെൻഡൻസി ഇല്ല, മൂവ് ചെയ്യാനൊരു ടെൻഡൻസിയേ ഇല്ല. ഈ രണ്ടാമത്തെ കേസ്, ഈ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഞാൻ ഈ ബോഡിനെ മൂവ് ചെയ്യാനായിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് വരും? എനിക്കറിയാം ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ ആണ്. എന്ത് കൊടുത്തു? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ത് വന്നു? 0.2 ഇൻറ്റു ആർ എൻ എത്രയാണ്? ആർ എൻ എന്ന് പറഞ്ഞ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വെയിറ്റ് തന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ആർ എൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 1000 തന്നെയായിരിക്കും. സോ ഇൻറ്റു 1000 വിച്ച് ഇസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. ആ സമയത്ത് എന്ത് സംഭവിക്കത്തില്ല? ബോഡി മൂവ് ചെയ്യത്തില്ല. പക്ഷെ ബോഡി മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്, ബട്ട് എന്ത് ചെയ്യത്തില്ല?
ബോഡി മൂവ് ചെയ്യത്തില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് ലെസ് ദാൻ അപ്ലൈഡ് ഫോഴ്സ് ലെസ് ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഞാൻ ആ പ്രോബ്ലം ചെയ്യുന്നത്. അതിലെ 200ഉം 300ഉം ഞാൻ ചെയ്തിട്ടില്ല. 2 കേസ് ഇനിയുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വലിയ കാര്യമുള്ള പ്രോബ്ലം ഒന്നുമല്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു maximum friction force developed on a surface, there is a limit beyond which the magnitude of the force cannot be increased. അതായത് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് അത്രയായിരിക്കും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അത് കൂടത്തുമില്ല കുറയത്തുമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഇതിൽ പറഞ്ഞതാണ്. ഞാൻ പിന്നെ അതിനകത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ആദ്യമേ നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Cone of friction is defined as the right circular cone with vertex at a point of contact of two surface axes in the direction of normal reaction n and semi-vertical angle equal to angle of friction. ഇതിന്റെ ഫിഗർ ഞാൻ വരച്ചിട്ടില്ല, ഇപ്പോൾ വരച്ച് കാണിക്കാം, ശ്രദ്ധിച്ചു. അതായത് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റിപ്പോസ് ഒക്കെ പറഞ്ഞ സമയത്ത്, ആംഗിൾ ഓഫ് റിപ്പോസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ബോഡി ഇരിക്കുന്നു, ബോഡിന്റെ വെയിറ്റ് താഴോട്ടേക്കായിരിക്കും W, അതിലേക്ക് എന്ത് വരുന്നു, ഒരു ഫോഴ്സ്, ഇപ്പം ഇങ്ങോട്ടേക്കാണ് ഒരു ഫോഴ്സ് എങ്കിൽ P എന്ന് പറയുന്നൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ആവുന്നു. ഓക്കെ, എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ആകുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ തിരിച്ചായിരിക്കും, μRn എന്നായിരിക്കും തിരിച്ചു വരുന്ന ഫ്രിക്ഷൻ ഫോഴ്സ്. വെയിറ്റ് താഴോട്ടേക്ക് ആയതുകൊണ്ട് നോർമൽ റിയാക്ഷൻ മേലിലേക്കായിരിക്കും. അതും റിസൾട്ടൻറ്റും കൂടെ ചേരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫൈ അഥവാ ആംഗിൾ ഓഫ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത് അല്ലേ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. സോ ഇതേ കേസ് ഈ പി എന്ന് പറയുന്ന സാധനം, ഈ പി എന്ന് പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് നേരെ തിരിച്ചു വന്നു നോക്കും. അതായത് പി ഇവിടെ വന്നു, പി ഇവിടെ വരുമ്പം റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും μR, ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ. അപ്പം നോർമൽ റിയാക്ഷൻ നേരെ ഇവിടെ തന്നെ വരും, റിസൾട്ടൻ്റ് ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കൺസെപ്റ്റ് മനസ്സിലാവാൻ എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. റിസൾട്ടൻ്റ് ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ ഫൈ എവിടെ വരും, ഫൈ ഇവിടെ വരും അല്ലേ. അതായത് ഇപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ വന്നു, അതായത് നമ്മളൊരു മിറർ ഇതുപോലെ വന്നു അല്ലേ. ഇപ്പുറത്ത് അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് വരും, ഇപ്പുറത്ത് അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ ഇപ്പുറത്ത് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ ഫോഴ്സ് വരും. അങ്ങനെ രണ്ട് കേസ് വന്നു. ഇപ്പം ഞാൻ ഈ പിങ്കിൽ ഇട്ടേക്കുന്നത് ഒരു കേസും റെഡിൽ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ കേസുമാണ്. അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിളിനെ, ഈ ഒരു പോർഷനാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. It is defined as a right circular cone with vertex at the point of contact of two surfaces. രണ്ട് സർഫസ് കോണ്ടാക്ട് സർഫസിന്റെ ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആക്സിസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് സെമി വെർട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അതായത് ഒരു ബോഡി മൂവ് ചെയ്യും, ഒരു ബോഡി, ആ ബോഡിയിൽ ഒരു വെയിറ്റ് ഉണ്ട്, വെയിറ്റ് വരുമ്പോൾ തിരിച്ചതിനൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. റിയാക്ഷൻ ഫോഴ്സിൽ അപ്ലൈഡ് ഫോഴ്സ് ആ ബോഡിയിലേക്ക് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്നു, ഇപ്പുറത്ത് അതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ഈ അപ്ലൈഡ് ഫോഴ്സ് നേരെ തിരിച്ച് ഇവിടെ കൊടുക്കുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ തിരിച്ചും ഉണ്ടാവും. മിറർ ചെയ്യുന്നൊരവസ്ഥ അല്ലേ. അപ്പം ഇവിടെയാണ് റിസൾട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കേസിൽ ഇവിടെ ആയിരിക്കും റിസൾട്ട്. ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങളത് വായിച്ചു നോക്കുക, വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ആ ഡെഫിനിഷൻ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ വരച്ച് കാണിച്ചത്. ഞാനത് വരച്ച ഫിഗർ ഞാൻ നെക്സ്റ്റ് നോട്ടിൽ ഇടുമ്പോൾ ഇട്ടേക്കാം. ഓക്കെ, ദാറ്റ് ഇസ് കോൺ ഓഫ് ഫ്രിക്ഷൻ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. A body of weight 9 Newton is placed on a rough horizontal plane. Determine the coefficient of friction if the horizontal surface of 63 Newton just force the body to slide over the horizontal plane. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല, നമ്മൾ ഫിഗർ തന്നെ വരച്ച് എഴുതേണ്ടതാണിത്. അതായത് ഒരു ബോഡി, ആ ബോഡിക്ക് എത്രയാണ് വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്,
ഒരു ബോഡി, ആ ബോഡിക്ക് 90 ന്യൂട്ടൺ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് 90 ന്യൂട്ടൺ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. അതൊരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിട്ടുണ്ട് ബോഡി. Determine the coefficient of friction if a horizontal force of 63 Newton just cause the body to slide. ഈ ബോഡി സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു 63 ന്യൂട്ടണും ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പ്രോബ്ലം ആണ്, ഒന്നുമില്ല, വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. ഡബ്ല്യു താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെ വെയിറ്റ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. 90 ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? മുകളിലേക്ക് റിയാക്ഷൻ ഫോഴ്സ്. ഇനി അപ്ലൈഡ് ഫോഴ്സ് പി ഹൊറിസോണ്ടലിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്തത്, ഞാൻ ഇങ്ങോട്ടേക്ക് 63 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചു. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? മ്യൂ ആർ എൻ നേരെ തിരിച്ചായിരിക്കും. നേരെ തിരിച്ച് എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ. ഓക്കെ, ഇനി ഇതിൽ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നെറ്റ് ഫോഴ്സ് എടുക്കുകയാണ്. ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സസ് ഒക്കെ 0, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സസ് ഒക്കെ 0 ആയിട്ട് എടുക്കും. അപ്പോൾ ആദ്യം സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എടുക്കും. വി ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എനിക്ക് ആരൊക്കെയുണ്ട്? മുകളിലേക്ക് ഒരു RN ഉണ്ട്, താഴേക്ക് ഒരു 90 ഉണ്ട്. മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് RN മൈനസ് താഴേക്ക് 90. RN ഇസ് ഈക്വൽ ടു 90 ന്യൂട്ടൺ. ഇനി ഞാൻ അടുത്ത് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ ഫോഴ്സസ് എല്ലാം 0 ആയിട്ട് എടുക്കും. ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് ആരൊക്കെയുണ്ട്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ കൊടുത്ത ഈ ബോഡി സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 63 ന്യൂട്ടണും ആ അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ തിരിച്ചൊരു റിയാക്ഷൻ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. ഇത് എന്തായിരിക്കും? റൈറ്റിലേക്ക് പോകുന്നത് കൊണ്ട് 63 പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടേക്ക് വരുന്നു ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് മൈനസ് മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു 0. 63 മൈനസ് ആർ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 90 ഇൻറ്റു 90 ഇസ് ഈക്വൽ ടു 0. മ്യൂ ഇസ് ഈക്വൽ ടു 63/90 0.7 എന്ന് കിട്ടും. സിമ്പിൾ പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫിഗർ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ തന്നെ വരയ്ക്കണം. അപ്പോൾ അതിനുള്ളതെല്ലാം ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. വെയിറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എത്ര ഫോഴ്സ് ആണ് ആ ബോഡി സ്ലൈഡ് ചെയ്യാൻ എടുക്കുന്നതെന്ന് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റും അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ഫോഴ്സും അതേപോലെ ഫ്രിക്ഷൻ ഫോഴ്സും എങ്ങോട്ടേക്കാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ഫിഗറിൽ ഇതെല്ലാം വരച്ച് കാണിച്ചു തന്നത്. ക്ലിയർ ആയോ? വെഡ്ജ് ഫ്രിക്ഷൻ, അടുത്ത പോർഷൻ ആണ് വെഡ്ജ് ഫ്രിക്ഷൻ. വെഡ്ജ് എന്ന് പറഞ്ഞാൽ വെഡ്ജസ് ആർ സ്മോൾ പീസസ് ഓഫ് മെറ്റീരിയൽ വിത്ത് ട്രയാങ്കുലർ ഓർ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ. ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻസ് ഉള്ള സ്മോൾ പീസസ് ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്. They are generally used for lifting heavy weight. Heavy weight lift ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. For slight adjustment on the position of the body. Okay. അതായത് നമുക്ക് ഈ ഹെവി മെഷീൻസ് ഒക്കെ വരുമ്പോൾ ആ ഹെവി മെഷീൻസിനൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്? അപ്പോൾ വെയിറ്റ് ഓഫ് വെഡ്ജസ് ജനറലി നെഗ്ലക്ട്. വെയിറ്റ് ഓഫ് വെഡ്ജ് എന്താണ്? ജനറലി നമ്മൾ നെഗ്ലക്ട്. ഹൈറ്റ് കൂടുതൽ തോന്നിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഹൈ ഹീൽസ് ഉണ്ടല്ലേ, അപ്പോൾ ആ ഹീൽസ് ഒക്കെ എന്താണ്? അവിടെ നമ്മൾ ആ ഒരു ചെരുപ്പിന് താഴേക്കൊരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഹീൽസ് യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീൽസ് യൂസ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് വെഡ്ജസിലും വരുന്നത്. നമ്മുടെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെഡ്ജസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെഡ്ജസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഫിഗർ. ആൽഫ എന്ന് പറയുന്നത് വെഡ്ജ് ആംഗിൾ ആണ്. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 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 ചെരുപ്പിന്റെ ഒക്കെ ഒരു തോന്നില്ലേ, കണ്ടോ? നമ്മുടെ ബോഡി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു വെഡ്ജ് വെക്കുന്നുണ്ട്. വെഡ്ജ് വെക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഹൈറ്റ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് വെഡ്ജ് ആംഗിൾ. ഇതിനകത്ത് കുറേ ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്, സോൾവ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം എന്താണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് പോർഷൻ ആണ് ലാഡർ ഫ്രിക്ഷൻ.
നോക്കുക, in engineering mechanics, when analyzing a ladder leaning against a wall, frictional force at the point of contact with the wall and floor are crucial to consider. These forces are static friction, which opposes any potential moment. At the floor, the friction force opposes the tendency of the ladder to slide, while at the wall, it opposes the tendency of the ladder to slip. അപ്പോൾ എന്താണ് ലാഡർ? ഇപ്പം ജനറലി ലാഡർ എന്ന് വെച്ചാൽ എന്താ? ഏണി കേട്ടിട്ടുണ്ടല്ലോ. ഏണി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഉയരം കൂടിയ ഒരു സ്ഥലത്തേക്ക് കയറാൻ, അങ്ങനത്തെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാഡർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ലാഡർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? വോളും ഫ്ലോറും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാഡർ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലാഡർ എന്ന് പറയുന്നത്. ലാഡറിന്റെ ഈ ഒരു എൻഡ് വോളുമായിട്ടും ഈ ഒരു എൻഡ് എന്ത് ചെയ്യുന്നു? ഫ്ലോറുമായിട്ടുമാണ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെയാണ് ഇതിന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ലാഡർ താഴെ വീഴുകയെന്ന് വെച്ചു, സ്ലൈഡ് ചെയ്ത് താഴെ പോയി എന്ന് വെച്ചു. താഴെ വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ താഴെ വീഴും, ഈ പോർഷൻ ഇങ്ങനെയും പോകും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും മൂവ്മെന്റ് വരുന്നത്? ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ വീഴും. അതായത് വോളിൽ നിന്ന് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാവും, ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ഒരു പൊസിഷൻ ഇതിനുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾ ജസ്റ്റ് ഏണി വീഴുന്നതൊന്ന് സങ്കല്പിച്ചാൽ മതി. ഏണി വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഭിത്തിയുടെ അവിടെ നിന്ന് ചരിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? ഫ്ലോറിൽ നിന്ന് നേരെ ആയിരിക്കും വീഴുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു താഴേക്കൊരു റിയാക്ഷൻ ഉണ്ടാവും, ഇങ്ങനെയും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ലാഡർ സ്ലൈഡ് ചെയ്ത് വീഴുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ കോണ്ടാക്ട് പോയിന്റ്സ് വരും. കോണ്ടാക്ട് പോയിന്റ്സ് ഉള്ളിടത്ത് നമുക്ക് റിയാക്ഷൻ ഉണ്ട്. അതായത് ഈ ലാഡർ നമ്മുടെ ഫ്ലോറുമായിട്ടും വോളുമായിട്ടും ഉണ്ടാകുന്ന കോണ്ടാക്ട് പോയിന്റ്സ് ആണ് ഈ എ എന്നും ബി എന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എ ആൻഡ് ബി കാണാമല്ലോ, എ ആൻഡ് ബി. സോ ആ കോണ്ടാക്ട് പോയിന്റ്സ് ഉള്ളിടത്ത് എന്തുണ്ടാവും? റിയാക്ഷൻസും ഉണ്ട്. കോണ്ടാക്ട് പോയിന്റ്സ് ഉള്ളിടത്ത് റിയാക്ഷൻസും ഉണ്ട്. ആ റിയാക്ഷനെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്, ആർ എ ആൻഡ് ആർ ബി. അതായത് കോണ്ടാക്ട് പോയിന്റ്സ് ഉള്ളിടത്ത് ഉറപ്പായിട്ടും എന്തുണ്ടാവും? റിയാക്ഷൻസ് ഉണ്ടാവും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ കോണ്ടാക്ട് പോയിന്റ് കൂടെ ആയിരിക്കും ഇത്. കോണ്ടാക്ട് പോയിന്റ് തന്നെയായിരിക്കും അത് ഇരിക്കുകയും ചെയ്യുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെ? പെർപെൻഡിക്കുലർ, ഇതിനാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, രണ്ട് രീതിയിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റിൽ കൂടെ തന്നെ ആയിരിക്കും, ആ പോയിന്റിൽ കൂടെ തന്നെയല്ലേ ഇത് പാസ് ചെയ്യുന്നത്? കോണ്ടാക്ട് പോയിന്റ് തന്നെയാണ് ഇരിക്കുന്നത്. റിയാക്ഷൻസ് എപ്പോഴും പെർപെൻഡിക്കുലറും ആയിരിക്കും. ഇനി എന്താണ്? ഇങ്ങനെയാണ് ഏണി വീഴുന്നത്, അല്ലെ? ഏണിയുടെ മൂവ്മെന്റ് ഒന്ന് ഇങ്ങോട്ടും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏണി മൂവ് ചെയ്യാന്ന് വെച്ചാൽ ആ ബോഡി മൂവ് ചെയ്യാണ്. ബോഡി മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? തിരിച്ചായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെയും വരുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ആർ എ ആൻഡ് ദിസ് ഇസ് ആർ ബി. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ എഫ് എ എഫ് ബി, അങ്ങനെ തന്നെ കൊടുക്കാം. എഫ് എ ആൻഡ് എഫ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എ ഞാൻ എങ്ങനെ എഴുതും? എഫ് എ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആര്? ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സ്ഥലത്തെ നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ഏത് സ്ഥലത്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. സോ ഇൻറ്റു ആർ എ. അടുത്ത എഫ് ബി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് ബി ഇസ് ഈക്വൽ മ്യൂ ഇൻറ്റു ആർ ബി. റിയാക്ഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു സർഫസ്. അത് ഓർത്ത് വെക്കുക, റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദി മൂവ്മെന്റ് ഓഫ് ദി ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നത്. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. ഇതൊക്കെയാണ് ലാഡർ ഫ്രിക്ഷനിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ. ലാഡർ ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ലാഡർ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ലാഡർ എങ്ങനെയായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്? വോളുമായിട്ടും അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഫ്ലോറുമായിട്ടും ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? അലൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നോട്ട് ചെയ്യേണ്ട വേറെ പോയിന്റ്സ് എന്തൊക്കെയാണ്? അവിടെ ഉണ്ടാവുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, വിച്ച് ഒപ്പോസസ് എനി പൊട്ടൻഷ്യൽ മൂവ്മെന്റ്. അറ്റ് ദ ഫ്ലോർ ദ ഫ്രിക്ഷൻ
force opposes the tendency of the ladder to slide, but ball opposes the tendency of the ladder to slip. ഫ്ലോറിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സിനെ അത് സ്ലൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. വോളിലാണെങ്കിൽ ഇറ്റ് ഒപ്പോസ് ടെൻഡൻസി ഓഫ് ദ ലാഡർ ടു സ്ലിപ്പ്. പിന്നെ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യണം. വെയിറ്റ് താഴേക്ക് കറക്റ്റ് സെൻറ്ററിലായിരിക്കും വെയിറ്റ് വരുന്നത്. വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് കോൺടാക്ട് പോയിന്റ്സ് ആണ് എയും ബി. അതായത് ലാഡർ ഏതൊക്കെ കോൺടാക്ട് വോളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഫ്ലോറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, അതാണ് എയും ബിയും. നൗ ഫ്ലോറിൽ നിന്നും വോളിൽ നിന്നും സ്ലിപ്പ് ആവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ മൂവ്മെന്റ് വരുന്നത്. ദെൻ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഇത് ആർ ബി. അതെപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പോയിന്റിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ മുകളിലോട്ടും, ഈ പോയിന്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കുമാണ് വരുന്നത്. ദെൻ നമ്മുടെ ബോഡി എങ്ങോട്ടേക്കാണ്, ഈ ലാഡർ സ്ലിപ്പ് ആവുന്ന പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം കറക്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ എന്ത് ആക്ട് ചെയ്യുന്നത്, എഫ് എന്നാണ്, എഫ് ബി, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എഫ് എയും എഫ് ബിയും. ഓക്കെ, എഫ് എ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എ, എഫ് ബി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ബി. അപ്പം ഇത്രയാണ് ലാഡർ ഫ്രിക്ഷനിലും വരുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത്രയാണ് നിങ്ങളുടെ ആ ഒരു സിലബസിലുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനിയാണ് കപ്പിൾ അതിൻ്റെ ബാക്കി ഒരു പോർഷനും കൂടെ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കി. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോഡിയും മറ്റൊരു ബോഡിയും കൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്തോന്നു ഒരു ഫോഴ്സ് ജനറേറ്റ് ആവുന്നു. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റോഡിൽ കൂടെ വണ്ടി പോകുന്നത്. റോഡും വണ്ടിയുടെ ടയറും തമ്മിലുള്ള കോൺടാക്ട് സർഫസിനിടയ്ക്ക് ഉണ്ടാകുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. മെയിൻ കോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ് ആണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. റഫ് സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, സ്മൂത്ത് സർഫസിൽ കുറവായിരിക്കും. നിയർലി വി ക്യാൻ സേ 0. പെർഫെക്റ്റ്ലി സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ 0 ആയിരിക്കും. അതേപോലെ തന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഒരു ലിമിറ്റ് വരെ നമ്മൾ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെങ്കിൽ ബോഡി മൂവ് ചെയ്യും. എങ്ങനെ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെങ്കിൽ ബോഡി റെസ്റ്റിലായിരിക്കും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, എഫ് മാക്സ് ബൈ ആർ എൻ. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ, ബോഡി റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. മൂവിങ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇസ് ഈക്വൽ ടു മ്യൂ. അതായത് ഡൈനാമിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു മ്യൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റിന്റെയും അതേപോലെ നോർമൽ റിയാക്ഷന്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഇൻക്ലിനേഷൻ ആണ്. ആ ഒരു ബോഡി അതിന് ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് മുന്നേ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു മാക്സിമം ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ആൽഫ. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കും. ഓക്കെ, ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് അലോങ് ആയിട്ടും പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിട്ടും. അതിന് ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ അത് നമുക്ക് കിട്ടും, ആംഗിൾ ഓഫ് റീപോസ്. ഈ സൈൻ കൺവെൻഷൻ ഒന്ന് നോക്കി വെച്ചു. മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്, റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആൻഡ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഓർ ആൽഫ ഇസ് ഈക്വൽ ടു ഫൈ. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ പറഞ്ഞു. സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ ഉണ്ടാകുന്ന 4 ഫോഴ്സസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ്, ആ ബോഡിയുടെ ഇറ്റ്സെൽഫ്, അതിന്റെ തന്നെ വെയിറ്റ്, ആ വെയിറ്റിന് അത് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോബ്ലം നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലത്തിന്റെ 200 ന്യൂട്ടണും 300 ന്യൂട്ടണും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറഞ്ഞു. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞു. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു, അപ്ലൈഡ് ഫോഴ്സ് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇതേ സെയിം സാധനം മിറർ ചെയ്ത് അപ്ലൈഡ് ഫോഴ്സ് ഡയറക്ഷന് കൊടുക്കും, ഓപ്പോസിറ്റ് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ രണ്ടിടത്തും കൂടെ ഉണ്ടാവുന്ന ആ ഒരു ആംഗിളിനാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോബ്ലം ചെയ്തു. വെഡ്ജ് എന്താന്ന് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഹെവി വെയിറ്റ്സിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് വെയിറ്റ് ഹൈറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെഡ്ജ്. അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ ലാഡർ ഫ്രിക്ഷൻ പറഞ്ഞു. അത് നമ്മൾ
ഡെയിലി ലൈഫിൽ തന്നെയുള്ള ലാഡറിനെ കൺസിഡർ ചെയ്തു. ലാഡർ വോളുമായിട്ടും ഫ്ലോറുമായിട്ടും ഉണ്ടാക്കുന്ന ഒരു ഫ്രിക്ഷനാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ലാഡർ ഫ്രിക്ഷനിലും. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ബാക്കി സിമ്പിൾ പ്രോബ്ലംസ് വരെ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഒരു സെഷനും കൂടെ ഉള്ളൂ നമുക്ക് ഇതിനകത്തുള്ള ബാക്കിയെല്ലാം പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒത്തിരി ഒബ്ജക്റ്റീവ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ നോട്ട്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, പ്രോബ്ലംസും ചെയ്യാൻ പറഞ്ഞ ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ സൈൻ കൺവെൻഷൻ അത് പഠിച്ചിരിക്കുക, ഇക്വേഷൻസും ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ നോട്ട്സ് അയച്ചു തരാം. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇനി കാണാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്യാമേ.